ഹലോ, എല്ലാവർക്കും ഡെയിലി സ്പൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണെന്ന്. അപ്പം റെസിപ്പി എന്താണെന്നല്ലേ? അതെ, കായ വറുത്തത് ബനാന ചിപ്സാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അമ്മ സ്പെഷ്യൽ കായ വറുത്തതാണ്. എൻ്റെ അമ്മ കായ വറുത്ത ഉണ്ടാക്കാൻ നല്ല സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. ഏട്ടനൊക്കെ ഗൾഫിൽ പോകുമ്പോൾ അമ്മ ഇത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ സ്പെഷ്യൽ കായ വറുത്തത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായാണ് കേട്ടോ. ഇത് നേന്ത്രക്കായയുടെ പച്ചയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് കീറിയെടുക്കാം. അതിന് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു നോട്ട് കൊടുത്താൽ മതി. ഇപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് തൊലി എടുത്ത് കളയാൻ പറ്റും. കായ്ക്ക് ഇവിടെ ഒരു കട്ടിട്ടതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തൊലി പീൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ രണ്ടെണ്ണത്തിൻ്റെയും തൊലി പീൽ ചെയ്തിട്ട് കാണിച്ചു തരാം ഞാൻ. അതുപോലെ ഇതൊക്കെ നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ രണ്ട് കട്ട് ചെയ്തിട്ടിട്ട് അതേപോലെ പീൽ ചെയ്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇളക്കിയാൽ മതി. ഇത് ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന കായനെ ഇതിലേക്ക് ഇട്ടിട്ട് വെക്കാനാണ്. അതായത് കായയുടെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊരു പീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പീലറിൻ്റെ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ ഈ പീലറിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്യുകയാണ്. അപ്പം ഇതേ കണ്ടില്ലേ, നല്ല നേർത്തിട്ടുള്ള കഷ്ണങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഇത്രയും നേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ കായ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നേർത്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. ഇനി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ചെറുതായി ചൂടായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായയുടെ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായൊന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. അപ്പം ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കായയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്നായിട്ടത് മൊരിഞ്ഞ് വരുള്ളൂ.
പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം പരസ്പരം സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ കുറച്ച് ഈ ഒരു പാത്രത്തിൽ പറ്റുന്ന എത്രയാണോ അത്രയും മാത്രം ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. കുറച്ചൊന്ന് ഇതായതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ്, അത്രയും തിക്നെസ് തന്നെയുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.